കർക്കിടക മാസത്തിൽ എല്ലാവരും ആരോഗ്യ സംരക്ഷണത്തിനായി കഴിച്ചിരിക്കേണ്ട ഒന്നാണ് ഉലുവാപ്പാൽ. ഉലുവാപ്പാൽ എന്ന് പറയുമ്പം അതെന്താണെന്നൊക്കെ പലർക്കും തോന്നും. മിക്കവാറും കുറേ പേർക്കൊക്കെ അറിയായിരിക്കും, കഴിക്കുന്നുണ്ടായിരിക്കും. വളരെ വിശേഷപ്പെട്ട ഒരു ഔഷധമാണ് ഉലുവാപ്പാൽ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് തലേദിവസം രാത്രിയിൽ തന്നെ, ഞാനിപ്പോൾ ഇവിടെ ആളിൻ്റെ എണ്ണം അനുസരിച്ച് വേണം എടുക്കാൻ. ഇവിടെ 2 പേർക്ക് മതി. അതുകൊണ്ട് ഞാനൊരു 1.5 ടേബിൾ സ്പൂണേ ഉലുവ എടുക്കുന്നുള്ളൂ. അതിനെ നന്നായിട്ട് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഓവർനൈറ്റ് കുതിരാൻ വയ്ക്കുക. ഒരു 6-8 മണിക്കൂർ കുതിർന്നാൽ മതി. എപ്പോൾ ഉണ്ടാക്കാനാണോ അതിനൊരു 6 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ മുൻപ് കുതിരാൻ വയ്ക്കുക. കുതിർന്നതിന് ശേഷം ആ വെള്ളത്തോടുകൂടി അതിനെ ഒരു കുക്കറിലിട്ട് കുറച്ച് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് ഒരു 5-6 വിസിലടിച്ച് വേവിച്ചെടുക്കുക. അതിനുശേഷം തണുത്ത് കഴിയുമ്പോൾ അതിനെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അരച്ചെടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ കട്ടയായിട്ടിരിക്കും, കുഴമ്പ് പോലെ നല്ല പേസ്റ്റായിട്ട് കട്ടയായിട്ടിരിക്കും. ഇനി അതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കുക. ഉലുവയുടെ കയ്പ്പ് അറിയാമല്ലോ, അതുകൊണ്ട് തന്നെ ഇച്ചിരി നന്നായിട്ട് തന്നെ ശർക്കര ചേർക്കണം. ശർക്കരയെക്കാട്ടി നല്ലത് കരിപ്പട്ടി ചേർക്കുന്നതാണ്. കരിപ്പട്ടി ആകുമ്പോൾ കുറച്ചും കൂടെ ഹെൽത്തിയാണ്. ഇത് അടുപ്പ് കത്തിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യമാണ്. ഇത് വന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഉലുവയും കരിപ്പട്ടി അല്ലെങ്കിൽ ശർക്കരയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. രണ്ടും കൂടെ ഒന്ന് നന്നായിട്ട് യോജിക്കണം. യോജിച്ച് ആ ഉലുവയുടെ കളറൊക്കെ മാറി വരും. ആ സമയത്ത് അതിലേക്ക് തേങ്ങയുടെ 2 പാൽ എടുത്ത് വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ കുറച്ച് നന്നായിട്ട് ലൂസായില്ലെങ്കിൽ കുറച്ചും കൂടെ ആവശ്യത്തിന് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ലൂസാക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ സ്റ്റൗ ഓൺ ചെയ്യുക. സ്റ്റൗ ഓൺ ചെയ്ത് കുറഞ്ഞ തീയിൽ വെച്ച് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അടി പിടിക്കുകയോ കരിയോ ചെയ്യാതെ. ആ സമയത്ത് അതൊന്ന് സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്ന് തിളച്ച് വരാൻ തുടങ്ങും. ആ സമയത്ത് കുറച്ച് ജീരകപ്പൊടി, ചുക്കുപൊടി, ഏലക്കപ്പൊടി ഇത്രയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളുപ്പ് വേണേൽ ചേർത്ത് കൊടുക്കാം, ഒരു പിഞ്ച്, അത്രേ ഉള്ളൂ. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആ ചൂടിൽ തന്നെ കിടന്ന്, നമ്മൾ തീ കത്തിക്കണ്ട. എന്നിട്ട് ആ ചൂടിൽ തന്നെ ഇതെല്ലാം ഒന്ന് മിക്സാവും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നമുക്കതിലേക്ക് തേങ്ങയുടെ 1 പാൽ ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ തീ ഓഫ് ചെയ്തിരിക്കുന്ന സമയത്താണ് ചേർക്കുന്നത്. എന്നിട്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പം ആ പാനിക്ക് നല്ല ചൂട് കാണും, അതുകൊണ്ട് തന്നെ ആ ചൂടിൽ തന്നെ ഇളക്കി കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ ഉലുവാപ്പാൽ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ ഹെൽത്തിയുമാണ്. ഉലുവയുടെ ഔഷധ ഗുണങ്ങൾ പറയണ്ടല്ലോ. ശരീരത്തെ നീർക്കെട്ട് മാറാൻ, മുടി കൊഴിച്ചിലിന് മാറാൻ, നടുവേദന മാറാനൊക്കെ ഉലുവ നല്ലതാണ്. അപ്പോൾ ഈ കർക്കിടകത്തിൽ ഉലുവ എങ്ങനെ കഴിക്കുന്നതും നല്ലതാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്നുണ്ടാക്കി നോക്കുക. നമ്മുടെ ഉലുവാപ്പാൽ, ഹെൽത്തി ആയിട്ടുള്ള ഉലുവാപ്പാൽ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.